പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമാൻ മങ്ങാട് ബാലചന്ദ്രൻ രചിച്ച ഗുരുദേവ കഥാസാഗരം എന്ന പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ശേഷം മറ്റൊരു പുസ്തകത്തിൻ്റെ വായനയുമായി നിങ്ങൾക്കരികിലേക്ക് എത്തുകയാണ്. ശ്രോതാക്കളിൽ ചിലരുടെ ആവശ്യപ്രകാരം മഹാകവി കുമാരനാശാൻ്റെ ജീവചരിതമാണ് ഇത്തവണ വായനയ്ക്കായി സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെയും ലഭിച്ച പ്രോത്സാഹനം തുടർന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സുസ്വാഗതം. മിനി ഐ.ജി. വർക്കല. പുസ്തകത്തിൻ്റെ ആമുഖം. മലയാള കവിതയുടെ ചരിത്രത്തിൽ ഭാവുകത്വ പരിണാമത്തിന് നാന്ദി കുറിച്ച വ്യക്തിയായിരുന്നു മഹാകവി കുമാരനാശാൻ. സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് സന്തത സഹചാരിയായതോടുകൂടി ജന്മസിദ്ധമായി ലഭിച്ച കവന പാടവത്തെ മാനവികമായ വിധാനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. ബംഗാൾ സന്ദർശനവും കൽക്കട്ടയിലെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തെയും സാമൂഹിക വീക്ഷണത്തെയും വികസിപ്പിച്ചു. ശ്രീബുദ്ധചരിതത്തിൻ്റെ കർത്താവെന്ന നിലയിൽ നിന്നും ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ രചനയിലെത്തുമ്പോൾ ആശാൻ്റെ കാവ്യ സമീപനത്തിൻ്റെ സാമൂഹിക തലം വ്യക്തമാകും. പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ കാവ്യപ്രതിഭയുടെ നിരവധി ജീവചരിത്ര ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അവയിൽ നിന്നും ഏറെ വ്യത്യസ്തമായതും സമഗ്രതയുള്ളതുമാണ് മഹാകവി കുമാരനാശാൻ എന്ന ഈ ഗ്രന്ഥം. ശ്രീനാരായണ ഗുരുവുമായി ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് ഗുരുവിനെക്കുറിച്ചും ശിഷ്യനെക്കുറിച്ചും നല്ലവണ്ണം അറിയാവുന്ന യശശരീരനായ C.O. കേശവൻ B.A.യാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ഏറെ വ്യത്യസ്തമായ ഒരു വായനാ അനുഭവം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഗ്രന്ഥം വായനക്കാർക്കായി സമർപ്പിക്കുന്നു. പുസ്തക സമർപ്പണം. ഏതൊരു ദിവ്യ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ കോടാനുകോടി ജനങ്ങൾ അജ്ഞാനമാകുന്ന തമസിൽ നിന്ന് ആദിമഹസിലേക്ക് നേർവഴി കാട്ടി കടാക്ഷിക്കപ്പെട്ടുവോ, ആ ദിവ്യാത്മാവായ ശ്രീനാരായണ പരമഹംസരുടെ പരിപാവനമായ പാതാരവിന്ദങ്ങളിൽ ഈ എളിയ ശിഷ്യൻ അകമഴിഞ്ഞ ഭക്ത്യാദരങ്ങളോടുകൂടി ഈ ജീവചരിതോപഹാരം സമർപ്പിച്ചുകൊള്ളുന്നു. അധ്യായം 1. പ്രാരംഭം. കോലത്തുകരെ കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധി എന്ന് ശ്രീനാരായണ പരമഹംസൻ കൊല്ലവർഷം 1068 മീനമാസത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ രചിച്ച് ചൊല്ലുകയുണ്ടായി. തന്നെ അനുഗമിച്ചിരുന്ന ശിഷ്യനെ നോക്കി മന്ദസ്മിതത്തോടുകൂടി സ്വാമികൾ അരുളി ചെയ്തു: കുമാര, ഉത്തരാർത്ഥം പൂരിപ്പിക്കൂ. കുമാരൻ: തൃപ്പാദങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ. സ്വാമികൾ: അത് നിനക്ക് ധാരാളമുണ്ടല്ലോ. സരളമധുരം ഈ വിധം വചസ് സ്വാമികളിൽ നിന്ന് ശ്രവിച്ച മാത്രയിൽ കേവലം അനാഗത ശ്മശ്രവും നിശിത ബുദ്ധിയുമായ ആ പ്രിയ ശിഷ്യൻ യാതൊരു കൂസലും കൂടാതെ ഇങ്ങനെ പൂരിപ്പിച്ചു: കാലൻ കനിപറ്റ് കുറിച്ചുവിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ. ഈ സംഭവം സ്വാമികളെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരിക്കുമെന്നും ഗുരുവിന് ശിഷ്യനോട് എത്ര വാത്സല്യം തോന്നിയിരിക്കുമെന്നും ഊഹിക്കാമല്ലോ. ഭഗവാൻ ശ്രീനാരായണൻ ഈ യുവകവിയെ മുക്തകണ്ഠം അനുഗ്രഹിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. വലിയ മഹർഷികൾ ചൊന്നാൽ ഫലമാ വാക്കിൻ്റെ പിന്നിൽ ഓടിവരും എന്ന് അനന്തരകാലം തെളിയിച്ചു. പിൽക്കാലത്ത് അനുഗ്രഹീതനായ ഒരു മഹാകവിയും ഒന്നാന്തരം തത്വചിന്തകനും സർവസമ്മതനായ ഒരു സമുദായ ശുശ്രൂഷകനും സർവോപരി ശ്രീനാരായണ ധർമ്മ പ്രവാചകനുമായി തീരാൻ തക്ക യോഗ്യതയും തൻ്റെ ഇടവും സിദ്ധിച്ചതിന് ഹേതു മഹർഷി ശ്രീനാരായണൻ്റെ ദിവ്യാനുഗ്രഹവും പ്രോത്സാഹനവും അല്ലെങ്കിൽ പിന്നെ എന്താണ്? ആ അനുഗ്രഹീത പുരുഷൻ നമ്മുടെ കഥാനായകനല്ലാതെ മറ്റാരുമല്ല. മഹാകവി കുമാരനാശാൻ്റെ ജീവിത സരണിയിൽ കൂടി
ആ മഹാനുഭാവൻ്റെ പാതേന്തു മരീചികളെ ഇനി നമുക്ക് പിന്തുടരാം. അധ്യായം 2. ജനനവും മാതാപിതാക്കളും. ജനനം. കുമാരൻ 1048 ആണ്ട് മേടമാസം 2-ാം തീയതി ചിത്രാപൗർണമി നാളിൽ പുലർച്ചെ 16 നാഴികയും 1 വിനാഴികയും ചെന്നപ്പോൾ കർക്കടകം രാശിയിൽ ജനിച്ചു. ഈ ദിവസം ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. തിരുവിതാംകൂറിൽ ചിറയൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ ചേർന്ന കൈക്കര ദേശത്ത് സമുദ്രത്തോടടുത്ത് കിടക്കുന്ന തൊമ്മൻവിളാകം എന്ന പുരാതന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അടുത്ത കാലത്ത് സാമാന്യം ജീർണോദ്ധാരണം ചെയ്യപ്പെട്ട പ്രസ്തുത ഗൃഹം സ്മര്യപുരുഷനോടുള്ള സ്നേഹബഹുമാനങ്ങളെ എന്നും അനുസ്മരിപ്പിക്കുന്നതിനോ എന്ന് തോന്നുമാറ് ഇന്നും അവിടെയുണ്ട്. ഇഷ്ടികയ്ക്കും കുമ്മായത്തിനും പകരം മുഴുവൻ മരം കൊണ്ട് പഴയ സമ്പ്രദായത്തിൽ പണി ചെയ്യിക്കപ്പെട്ടിട്ടുള്ള ഈ ചെറിയ നിരപ്പുര തെക്ക് വടക്കായി ഒട്ട് തറയിൽ പതിഞ്ഞ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് നിൽക്കുന്നത്. സാധാരണ പഴയ കുടുംബത്തിൽ കണ്ടുവരാറുള്ള പൂമുഖമോ മറ്റു വിശേഷാൽ പണികളോ ഒന്നും തന്നെ ഈ വീട്ടിനില്ല. പ്രധാന പുരയ്ക്ക് വടക്കുവശത്തായി അടുക്കളയുടെ സ്ഥാനത്ത് പണി ചെയ്യിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കൂടാതെ കിഴക്ക് വശത്ത് ഒരു തൊഴുത്തുമുണ്ട്. ഏറിയ കാലമായി സമുദ്രത്തിൻ്റെ അനവരതമായുള്ള ആക്രമണം നിമിത്തം പുരയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വസ്തുവിൽ ഒട്ട് വളരെ ഭാഗം അതിലുള്ള വൃക്ഷങ്ങളോടുകൂടി നശിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും. ഇങ്ങനെ ഉദ്ദേശം 1/2 ഫർലോങ് വീതിയിൽ തെക്ക് വടക്കായി ഒട്ടു വളരെ തീരപ്രദേശങ്ങൾ സമുദ്രാക്രമണത്തിന് ഇരയായി തീർന്നിട്ടുണ്ടെന്നുള്ള വസ്തുത സ്ഥലനിവാസികളായ വൃദ്ധന്മാർ ഇന്നും പറയാറുണ്ട്. കഥാനായകൻ്റെ ജനനം കൊണ്ട് വിഖ്യാതമായി തീർന്നിട്ടുള്ള കായിക്കര ഉദ്ദേശം 3/4 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ളതും 5 തെങ്ങിൽ കായലിനും കടലിനും മധ്യേയുള്ള തെങ്ങിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധവും വളരെ ജനബഹുലവുമായ ഒരു മണൽ പ്രദേശമാണ്. ഇവിടെ വസിക്കുന്ന ജനങ്ങൾ ഒട്ടുമുക്കാലും ഈഴവരാണ്. അവർ വളരെ അധ്വാനശീലരും വ്യവസായികളും ചുരുക്കം ചിലർ കച്ചവടക്കാരും പണക്കാരുമാണ്. വിദ്യാഭ്യാസത്തിലും അവർ പിന്നോക്കമല്ല. കയർ, കൊപ്ര, ചെമ്മീൻ തുടങ്ങിയ സാധനങ്ങൾ സുലഭമായി ഇവിടെ കിട്ടുമെന്നുള്ളത് കൊണ്ടായിരിക്കണം ഇംഗ്ലീഷുകാർ കച്ചവടത്തിനായി നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ഇതിനടുത്ത 5 തെങ്ങ് എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു പണ്ടകശാല കെട്ടുവാൻ തീരുമാനിച്ചത്. കച്ചവടം, വ്യവസായം എന്നീ കാര്യങ്ങളിൽ എന്ന പോലെ മതസംബന്ധമായ കാര്യങ്ങളിലും ഈ നാട്ടുകാർക്ക് വളരെ മുമ്പേ ഒരു നവജീവൻ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നും അവിടെ കാണാം. ഇവിടെ ഒരു കാലത്ത് ബുദ്ധമതം വളരെ പ്രചാരത്തിലിരുന്നതായി തെളിയിക്കുന്ന ഏതാനും ബുദ്ധവിഗ്രഹങ്ങൾ അങ്ങിങ്ങായി കാണപ്പെടുന്നുണ്ട്. തയ്യിലയ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശിലാവിഗ്രഹം ചരിത്രാന്വേഷികളായ ചില മഹത്തുക്കളുടെ പരിശ്രമത്താൽ അടുത്ത കാലത്ത് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അവിടെ ഒരു പ്രധാന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ളതായി കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രസിദ്ധിയുള്ള ഒരു പ്രദേശമാണ് കായിക്കര.